ഗുഡ് മോർണിംഗ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന പാർട്ടാണ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെഫിനിഷനും പിന്നെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കോപ്പ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ മാർക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലോങ് ടേം പർപ്പസിന് അല്ലെങ്കിൽ ലോങ് ടേം ഫണ്ടിങ്ങിന് ഫണ്ട് റേസ് ചെയ്യാനും അല്ലെങ്കിൽ ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനുള്ളൊരു മാർക്കറ്റാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ അവൈലബിലിറ്റി ഓഫ് സേവിങ്സ്, ഇൻ്റർമീഡിയറ്ററി ഓർഗനൈസേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. അതായത് ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് എഫക്റ്റീവ് ആണെങ്കിൽ അതിന് അത്യാവശ്യം നല്ല സേവിങ്സ് അവൈലബിൾ ആയിരിക്കണം. അതായത് നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സേവിങ്സിനെ അല്ലെങ്കിൽ ഐഡിയൽ ആയിട്ടുള്ള ഫണ്ടുകളെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതൊരു പ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സേവിങ്സിൻ്റെ അവൈലബിലിറ്റി ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർമീഡിയറി ഓർഗനൈസേഷൻസ് അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് ഗവൺമെൻറ് പറയുന്ന റെഗുലേഷൻസ് അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു എഫക്റ്റീവ്നെസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതികൾ. അതിൽ മൂന്നാമത്തേത് പറയുന്നത് ഇറ്റ് പ്ലേ എ മേജർ റോൾ ഇൻ റേസിംഗ് റിക്വയർഡ് ക്യാപിറ്റൽ ഫോർ ഇൻഡസ്ട്രീസ്. ഓക്കെ, അതായത് ക്യാപിറ്റൽ മാർക്കറ്റാണ് ഇൻഡസ്ട്രികൾക്ക് വലിയ ഹൈ എമൗണ്ട് അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്നത് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്നുള്ളത്. സേവിങ്സ് ഇൻ ടു പ്രൊഡക്റ്റീവ്, ഐഡിയലായി കിടക്കുന്ന സേവിങ്സ് എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്നതിനെയാണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറയുന്നത്. ശരിക്കും ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഐഡിയൽ ഫണ്ടുള്ള ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യിക്കാനുള്ളൊരു അവന്യൂ കൂടിയാണ് ശരിക്കും ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ഷെയർസ്, ഡിബഞ്ചേഴ്സ്, മറ്റു സെക്യൂരിറ്റീസ് ഒക്കെ കണ്ട് വിശദമായി ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്ക് ഏതിലാണോ താല്പര്യം അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം എവിടെയുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റിൽ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്രിയേറ്റ് ഇൻകം, നമ്മളെ കയ്യിൽ വെറുതെ ഡെഡ് മണി ആയി കിടക്കുന്ന സംഗതികൾ എവിടെയെങ്കിലും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൽ നിന്നും ഒരു ഇൻകം ഉണ്ടാക്കാൻ ആര് നമ്മളെ സഹായിക്കുന്നുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് മൊബിലൈസേഷൻ ഓഫ് സേവിങ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ക്യാപിറ്റൽ ഫോർമേഷനാണ്. ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് ഹ്യൂജ് എമൗണ്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അല്ലേ. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫൗണ്ടേഷൻസിന് അല്ലെങ്കിൽ വലിയ ബിൽഡിങ്ങുകൾ മറ്റു പ്രൊജക്റ്റുകൾക്കൊക്കെ എന്താണ് ഹ്യൂജ് എമൗണ്ട് വേണം. ഈ ഹ്യൂജ് എമൗണ്ട് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് ഷെയർസോ അല്ലെങ്കിൽ മറ്റു ഡിബഞ്ചേഴ്സോ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് അതിൽ നിന്നിട്ടാണ് ഇത്രയും വലിയൊരു ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹ്യൂജ് ക്യാപിറ്റലിൻ്റെ അല്ലെങ്കിൽ ഹ്യൂജ് ക്യാപിറ്റൽ ഫോം ചെയ്യാനുള്ള ഒരു മേജർ സോഴ്സാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയ ഷെയർസ് അല്ലെങ്കിൽ ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് പോലത്തെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ അടുത്തു നിന്ന് കുറച്ച് എമൗണ്ട് ഒരുപാട് ആൾക്കാരുടെ ലാർജ് നമ്പർ പീപ്പിളിൻ്റെ അടുത്തുനിന്ന് കളക്ട് ചെയ്യുന്ന ആ ഹ്യൂജ് എമൗണ്ടുകളാണ് ഇങ്ങനത്തെ പ്രൊജക്റ്റിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നത്. അതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓഫേഴ്സ് ഇൻസെൻറ്റീവ്സ് ആണ്. ഇങ്ങനെ ഹൈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ്സ് ടു സേവിങ്സ്. ഇങ്ങനത്തെ സേവിങ്സ് ഉള്ള ആൾക്കാരെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് ആയ രീതിയിൽ എന്താണ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട്. ഓഫറിങ് സ്യൂട്ടബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അവർക്ക് പറ്റുന്ന രീതിയിൽ
എന്താണ് അവരെ അട്രാക്റ്റ് ചെയ്യാൻ നല്ല സ്യൂട്ടബിൾ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് ആർ ഓഫേർഡ്. അവർക്ക് ഏത് തരത്തിലുള്ള സെക്യൂരിറ്റിയാണോ വേണ്ടത് അത് ഓഫർ ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റിന് പറ്റും അറ്റ് ഡിഫറെൻറ്റ് റേറ്റ്സ്. പല റേറ്റുകളിൽ എന്താണ് അല്ലെങ്കിൽ കസ്റ്റമർ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ആവശ്യപ്പെടുന്ന റേറ്റിൽ അവർക്ക് സെക്യൂരിറ്റീസ് അറേഞ്ച് ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അവന്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഓഫർ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ എക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ്. ഇറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ സേവേഴ്സ് ആൻഡ് യൂസേഴ്സ് ഓഫ് ദ കൺട്രി. ഒരു രാജ്യത്തെ സേവിങ്സ് ഉള്ളവരെയും അത് ആവശ്യമുള്ളവരെയും തമ്മിൽ ബ്രിഡ്ജ് ചെയ്യലാണ് ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്. ചാനലൈസ് ഐഡിയൽ ഫണ്ട്സ് ടു പ്രൊഡക്റ്റീവ് ഡെവലപ്മെൻറ്റ്സ് ബൈ ഇൻക്രീസിങ് ടോട്ടൽ പ്രൊഡക്ഷൻ. അതായത് ഇങ്ങനത്തെ ഫണ്ട്സിന് എന്ത് ചെയ്യുക, ചാനലൈസ് ചെയ്തിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കുക. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ രാജ്യത്ത് എന്താണ് ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ടോട്ടൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്താണ് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള പ്രോഡക്റ്റായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റായിട്ട് മാറും. അത് എപ്പോഴും ആ രാജ്യത്തിന് എന്താണ് ഒരു ഡെവലപ്മെൻറ്റാണ്, എക്കണോമിക് ഡെവലപ്മെൻറ്റാണ്. അഞ്ചാമതായി പറയുന്നത് ഇറ്റ് ഇൻ്റഗ്രേറ്റ്സ് ഫിനാൻഷ്യൽ സിസ്റ്റം. ഇൻ്റഗ്രേറ്റ്സ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് സബ് പാർട്സ് ഓഫ് എ ഫിനാൻഷ്യൽ സിസ്റ്റം ഇൻക്ലൂഡ്സ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മണി മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച്, ബുള്ളിയൻ മാർക്കറ്റ് എക്സെട്ര ടു ബ്രിങ് യൂണിഫോം ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. അതായത് ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റ് ആണെങ്കിൽ പോലും ഒരുപാട് ഫിനാൻഷ്യൽ സബ് സിസ്റ്റംസ് അല്ലെങ്കിൽ സബ് പാർട്സ് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതിൽ വരുന്നത് ഏതൊക്കെയാണ് സബ് പാർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റ്, പ്രൈമറി മാർക്കറ്റുകൾ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് സെക്കൻഡറി മാർക്കറ്റുകൾ, മണി മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, ബുള്ളിയൻ മാർക്കറ്റ് അതായത് ഗോൾഡ് ഇതൊക്കെ ട്രേഡ് ചെയ്യുന്ന ബുള്ളിയൻ മാർക്കറ്റ്. ഇങ്ങനത്തെ സബ് മാർക്കറ്റ്സിനെയൊക്കെ എന്താണ് അല്ലെങ്കിൽ സബ് പാർട്സിനെയൊക്കെ എന്താണ് ഇൻ്റഗ്രേറ്റ് ചെയ്ത്, ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബ്രിങ്സ് യൂണിഫോം ഫ്ലോ ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. രാജ്യത്തുടനീളം എല്ലാവർക്കും എന്താണ് എല്ലാ ഇൻഫർമേഷനും കിട്ടുന്ന രീതിയിൽ എന്താണ് ഈ സബ് പാർട്സിനെയൊക്കെ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ആറാമത്തെ പറയുകയാണെങ്കിൽ മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി. മെയിൻറ്റെയിൻ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇറ്റ് പ്രൊമോട്ട് സ്റ്റെബിലിറ്റി ഇൻ വാല്യൂസ് ഓഫ് സെക്യൂരിറ്റി. അതായത് സെക്യൂരിറ്റീസിൻ്റെ വാല്യൂ, അതായത് മൂല്യം തകരാതെ അത് പിടിച്ചു നിർത്തും ക്യാപിറ്റൽ മാർക്കറ്റ്. ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മെയിൻറ്റെയിൻ സ്റ്റഡി മാർക്കറ്റ് ആൻഡ് ലിക്വിഡിറ്റി ടു ഇൻവെസ്റ്റ്മെൻറ്റ്. എപ്പോഴും സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്താണ് നഷ്ടത്തിൽ വല്ലാതെ നഷ്ടം വരാത്ത രീതിയിൽ അവരെ ഇൻവെസ്റ്റർക്ക് നഷ്ടം വരാത്ത രീതിയിൽ അവരെ ലിക്വിഡിറ്റിയൊക്കെ പ്രൊവൈഡ് ചെയ്ത് ഒരു സ്റ്റഡി മാർക്കറ്റ് എന്താണ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സഹായിക്കുന്നുണ്ട്. അതാണ് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഏഴാമത്തെ ഇന്നൊവേഷൻസ് ആണ്. ഇന്നൊവേഷൻസ് എന്ന് പറയുമ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ പിന്നെ പുതിയ യൂസേഴ്സ്, ഫണ്ടിന് വേണ്ട പുതിയ യൂസേഴ്സിനെ കണ്ടെത്തുക, ന്യൂ യൂസ് ഓഫ് ഫണ്ട്സ് അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ന്യൂ സോഴ്സ് ഓഫ് ഫണ്ട്സ്, പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ന്യൂ പ്രോസസ്സ്, അതായത് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷനിൽ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല മെത്തേഡ് ഓഫ് എന്താ പറയുക ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷനും ഉണ്ട്, ഫിനാൻഷ്യൽ ഇന്നോവേഷനും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ പുതിയ ലെൻഡിങ് സ്കീമുകൾ, പുതിയ ഇൻട്രസ്റ്റ് റേറ്റിൽ അല്ലെങ്കിൽ പുതിയ സ്കീമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത്, അതുപോലെ തന്നെ ലിക്വിഡിറ്റി, സ്റ്റെബിലിറ്റി, കൺവേർട്ടിബിലിറ്റി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. അതായത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയുക മാർക്കറ്റിൽ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസിന് അവരുടെ ഗ്രോത്ത്, അവരുടെ ലിക്വിഡിറ്റി, അവരുടെ സ്റ്റെബിലിറ്റിയൊക്കെ എന്ത് ചെയ്യുക, എങ്ങനെയൊക്കെ നമുക്ക് മെച്ചപ്പെടുത്താം എന്നുള്ള പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഫിനാൻഷ്യൽ ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. ഈ എട്ടാമത്തെ ലേറ്റസ്റ്റ് ടെക്നോളജി ഒരു ഫാക്ടറാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ അക്വയറിങ് ലേറ്റസ്റ്റ് ടെക്നോളജി ഇൻ പ്രൊഡക്ഷനിൽ പുതിയ ടെക്നോളജി അക്വയർ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാപിറ്റൽ യൂസ് ചെയ്യാം.
അതാണ് ലേറ്റസ്റ്റ് ടെക്നോളജി. അതിൻ്റെ ഒരു ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് ആണ്. നമ്മൾ ടെക്നോളജി പ്രൊഡക്ഷനിൽ ലേറ്റസ്റ്റ് ടെക്നോളജി അക്വയർ ചെയ്യാൻ ക്യാപിറ്റൽ മാർക്കറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അല്ല, 9th പറയുന്നത് വെൽഫെയർ ഓഫ് നേഷനാണ്. വെൽഫെയർ ഓഫ് നേഷൻ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പുരോഗതി. അതായത് പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, സ്വാഭാവികമായിട്ടും GDP ഗ്രോത്ത് ഉണ്ടാവും. GDP ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഗ്രോത്താണ്. അങ്ങനെ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആൾക്കാരൊക്കെ എന്താണ്, ഡെവലപ്പ് ആവും. അതാണ് വെൽഫെയർ ഓഫ് നേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഇൻ ദി എക്കോണമി, എൻഹാൻസ് നാഷണൽ ഇൻകം. അതായത് രാജ്യത്തിന് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനാൽ പ്രൊഡക്ടിവിറ്റി, അവിടുത്തെ ആൾക്കാരുടെ സ്ഥിതി മെച്ചപ്പെടും. അതുപോലെ തന്നെ രാജ്യത്തിന് ഇൻകം ഒരുപാട് കിട്ടും. നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നമ്മൾ ആൾക്കാർ തന്നെ വാങ്ങിക്കുമ്പം അത് മുഴുവനായിട്ടും നമ്മളെ രാജ്യത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ആ മണി സർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് വെൽഫെയർ ഓഫ് നേഷൻ എന്ന് പറയുന്നത്. ഈ 9 നമുക്ക് സ്കോപ്പ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.